ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ ഇവിടെ ഈ 40 ദിവസം എന്തിനാണ് ഇയാൾ ഇത് ഈ പറയുന്ന പോറ്റി ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നുണ്ട്? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരപ്രകാരം ഇളക്കൊണ്ട് പോകുന്നത്. ഇളക്കൊണ്ട് പോയി ഇത് എന്തിനാണ് ഇയാളുടെ വീട്ടിൽ 40 ദിവസം സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? ഇല്ല, അതിനകത്ത് മൊത്തത്തിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഞാനപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സ്വർണം പൂശുന്നത് 3 രീതിയിലാണ്. അതായത് ഒന്ന്, നമ്മൾ ഗോൾഡ് ഫോയിലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അത് 20 മൈക്രോൺ കനത്തിലുള്ള തങ്കത്തിൻ്റെ തകിട്, ഏകദേശം 10 സെൻറ്റിമീറ്റർ കനമുള്ള തകിട്, ഒരു 9 ഷീറ്റ് വരുമ്പോഴാണ് ഒരു സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പം ഏകദേശം 3 ഗ്രാമിൽ താഴെ അതിൻ്റെ ക്വാണ്ടിറ്റി വരത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ 3-4 ഫോയിലിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. വിജയമല്ലി അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ മെത്തേഡിലാണ് ഇതിൻ്റെ മേൽക്കൂര, ഈ ധാരപാല ശില്പങ്ങൾ, ഈ വശങ്ങളിലെ ഭിത്തിയുടെയൊക്കെ വശങ്ങളിലത്തെ രൂപങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഏകദേശം 3 ടൺ കോപ്പറിലാണ് ഈ 30 കിലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 ടൺ കോപ്പറാണ് ഇതിൻ്റെ ശ്രീകോലിൻ്റെ മേൽക്കൂര, ഈ വശങ്ങളിലെ ഇതെല്ലാം കൂടെ 3 ടൺ കോപ്പർ, അതായത് 3000 കിലോ കോപ്പറിനാണ് 30 കിലോ തങ്കം ഉപയോഗിച്ചിരിക്കുന്നത്. ആ മെത്തേഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്. ഈ പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സയനൈഡ് ലായനിയിൽ ഈ ആനോടും കാതോടും വെച്ചിട്ട് വൈദ്യുതി കടത്തിവിടുന്ന ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് എന്ന് വെച്ചാൽ 1/2 ഗ്രാം മതി ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട്. വളരെ തികഞ്ഞ ഇതുള്ള. അതും കൂടാണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ടെക്നോളജിയിൽ ഈ കറണ്ട് കടത്തിവിടുന്ന പരിപാടിയില്ല, ഒരു ലിക്വിഡ് മുക്കിയെടുക്കുന്ന പരിപാടിയാണ്. ഒരു കെമിക്കൽ പോലത്തെ സംഭവമാണ്. ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതിന് മെറ്റൽ തന്നെ വേണമെന്നില്ല. ഒരു നേരിയ പാളി, സ്വർണ്ണത്തിന്റെ കളർ ഉണ്ടെന്നേ ഉള്ളൂ. സ്വർണ്ണത്തിന്റെ അംശം വളരെ കുറവാണ്. അതെ, അതിൻ്റെ പുറത്തൊരു ലാക്കർ കോട്ട് കൊടുത്തിട്ടാണ്. നമ്മുടെ ശബരിമല തന്നെ മറ്റു പലയിടത്തും കാണുന്ന ആ ഗേറ്റ് പുറത്തെ ആ ചുറ്റമ്പലത്തിനകത്തൊക്കെ ഇരിക്കുന്നത്, മാളികപ്പുറത്തിൻ്റെ അവിടെ ഇരിക്കുന്നതൊന്നും ഈ പൂശലല്ല. അത് മെയിൻ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് തന്നെ അല്ല, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് അല്ലത്. അത് ഈ പറഞ്ഞ ഈ കളറിംഗ് ആണ്, ഗോൾഡ് കളറിങ്. സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ 916 ചെയ്തിട്ട് തങ്കത്തിൻ്റെ കളർ എടുക്കാൻ ഈ കളർ എടുക്കുന്നൊരു പരിപാടിയുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ ഒരു കളർ കോട്ടിങ്ങേ വരുന്നുള്ളൂ. അത് ആക്ച്വലി സ്വർണ്ണത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി വരുന്നില്ല. അത് അപ്പോൾ 3 മെത്തേഡാണുള്ളത്. ഇതിലെ 3ാമത്തെ മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ തൂക്കത്തിൻ്റെ വ്യത്യാസം ഒരിക്കലും വരേണ്ട കാര്യമല്ല. ഈ 42.8 കിലോ വെയിറ്റുള്ള ഈ പാളി ഇതിൽ നിന്ന് ഇളക്കിയിട്ട് ഈ പാളിയിൽ 1 രൂപ മാറ്റം വരുത്തണ്ട, അല്ലെങ്കിൽ അടിച്ച് വരുത്തണ്ടോ അല്ലെങ്കിൽ വലിച്ചു നീട്ടണ്ടോ, അങ്ങനത്തെ എങ്ങും ഒരു കാര്യമല്ല. ഇത് ചെല്ലുക, അവിടെ ഒരു വെള്ളത്തിലോട്ട് മുക്കുക, 1 മണിക്കൂർ അവിടെ ഇടുക, പൊക്കിയെടുക്കുക, തുടയ്ക്കുക, തിരിച്ചു കൊണ്ടുവരിക. മീൻസ് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ പരിപാടിയുള്ളൂ. ഇത് ഇവിടെ വെച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ വെച്ച് ചെയ്തിട്ടുമുണ്ട് പഴയ കാലങ്ങളിൽ. അപ്പം അത് ആ ഒരു ഇവിടെ പിന്നെ കാടാണ്, കാട്ടിൽ ഇങ്ങനത്തെ എന്താ പറഞ്ഞാൽ സയനൈഡ് പോലത്തെ വിഷവസ്തുക്കൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പം അതൊരു അങ്ങനെയാണെങ്കിൽ പമ്പയെ വെച്ചിട്ടോ അല്ലെങ്കിൽ ആറന്മുളയെ വെച്ചിട്ടോ ഒക്കെ പത്തനംതിട്ടയിലൊക്കെ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് അവിടെ പോയി മദ്രാസ് പോലത്തെ ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യേണ്ട ഒരു ടെക്നിക്കൽ ബിഹൈൻഡ് ഇതിനകത്തില്ല. വളരെ സിമ്പിളായിട്ട് ശബരിമല ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ചെയ്യാവുന്ന സാങ്കേതികത്വമേ ഉള്ളൂ. ഇത് ഈ സാങ്കേതികത്വം സത്യം പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അറിയില്ല. 40 ദിവസം എന്തിനാണ് ഇങ്ങനെ 40 ദിവസം കൈവെക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ആവശ്യം. അത് പുതിയൊരു മോൾഡ് ഉണ്ടാക്കാനാ അവർക്ക്. ഈ അല്ല, 40 ദിവസം കൈവെക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിൻ്റെ ഭാഗങ്ങളല്ലേ കൊണ്ടുവന്നത്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു കോപ്പി ഉണ്ടാക്കണമെങ്കിൽ മേ ബി 40 ദിവസമൊക്കെ വേണ്ടി വരാം. അപ്പോൾ ഈ കൊണ്ടുപോയ സാധനമല്ല തിരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. കൊണ്ടുപോയപ്പോൾ എവിടെ ഉണ്ടാവും? അത് അവർ മറ്റേ ഇതിനകത്ത് പല ഇതുള്ളൂ. ഇതിൻ്റെ ഈ എന്ന് പറഞ്ഞ ഇതിന് വിശ്വാസ തട്ടിപ്പാണല്ലോ ഇതിനകത്ത് മെയിനായിട്ട്. ഇത് വെച്ചിട്ട് പല ഭക്തജനങ്ങളെയും ഇത് വെച്ചിട്ട് അവർക്ക് മറ്റു പൂജകൾ നടത്താൻ, നെഗറ്റീവ് എനർജി മാറ്റാം. ഇതൊരു അയ്യപ്പൻ്റെ ഗാർഡുകളാണല്ലോ, ഭക്തരുടെ ഗാർഡ് അല്ലേ. ഇപ്പോൾ ഈ ഗാർഡിയൻ ഇതിനകത്ത് ഇത്ര വർഷം ഇവിടെ ഇരുന്ന് 20 കൊല്ലം ഇവിടെ ഇരുന്നതാണ്. അതുകൊണ്ടത് മറ്റെന്തെങ്കിലും അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. സമാനമായൊരു തട്ടിപ്പ് രണ്ടാമതും നടത്താൻ ശ്രമിച്ചതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ശ്രമവും കാണേണ്ടത്. താങ്കൾ സംശയിക്കുന്നത് 2019 സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയല്ല തിരികെ വന്നത്, അങ്ങനെയാണോ? ഉറപ്പായിട്ടും അതല്ല തിരികെ വന്നത്. അതെ, ഉറപ്പായിട്ടും അതല്ല തിരികെ വന്നത്. അതാണെങ്കിൽ ഇതിൻ്റെ ഈ സൂട്ടാകുന്ന ഈ ജോയിൻ ആകുന്ന രണ്ടാമത് കൊണ്ടുവന്ന് ചേർന്നില്ലല്ലോ. ഇവർ ആദ്യം കൊണ്ടുവന്നിട്ട് രണ്ടാമത് കൊണ്ടുവന്ന സാധനം ചേർന്നിട്ടില്ലല്ലോ. അപ്പം അത് അതിൻ്റെ ഒരു കോപ്പിയാണ്, ആ ഒറിജിനൽ സാധനമല്ല വന്നത്. ഈ വെയിറ്റ് വ്യത്യാസം വരാൻ ഒരു തരത്തിലും ഇതിൻ്റെ ഈ പണിയുടെ വശങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു തരത്തിൽ ഈ വെയിറ്റ് കുറയേണ്ട ആവശ്യമില്ല. സാധ്യതയുള്ളൂ. ഞാൻ സംശയിച്ചോട്ടെ, അതായത് ഇപ്പോൾ കോടതി പറയുന്നത് ദ ഓൺലി കമ്പോണന്റ് സസെപ്റ്റബിൾ ടു സച്ച് ഡിമോണിഷൻ ഈസ് ദ ഗോൾഡ് ക്ലാഡിംഗ് ഇറ്റ്സെൽഫ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. തെറ്റാണ്, തിരുത്തണം. അതായത് നമ്മുടെ ഒരു ചെമ്പ് പാളി, അതിനകത്തേക്ക് സ്വർണ്ണപ്പാളി ചേർത്ത് വെക്കാനാണല്ലോ മല്യ ചെയ്തത്. ഈ ചേർത്ത് വെച്ച പാളി ഇളക്കിയെടുത്താണെങ്കിലോ അതാണല്ലോ 4 കിലോ കുറവെങ്കിലോ? അതെ, അതൊരു അല്ല
അല്ല, അത് അത്ര വരില്ല, 4 കിലോ ഇതിനകത്ത് വരില്ല, ഒരിക്കലും വരില്ല. കാര്യം 3000 കിലോയിലാണ് ഇതിനകത്ത്. ഞാൻ അതിൻ്റെ കണക്ക് പറയാം. അതായത് നമ്മൾ 10 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള 20 മൈക്രോണിൻ്റെ ഒരു ഗോൾഡ് ഷീറ്റിന് 300 മില്ലിഗ്രാം ഗോൾഡേ എടുക്കാൻ പറ്റും. സയൻറ്റിഫിക് ആണ്, അത് എവിടെ വെള്ളം ഇതിന് ചെയ്യാവുന്നത്. നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ഈ കൊടിമരമൊക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ദേവസ്വം ബോർഡ് തന്നെ എസ്റ്റിമേറ്റ് ഇടുന്ന കണക്കും ഇത് തന്നെയാണ്. അതായത് 10 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇതിലേക്ക് ഗോൾഡിനെ നമ്മൾ ഒട്ടകത്തോലിനകത്ത് വെച്ച് വലിച്ച് പരത്തി എടുക്കുമ്പോഴത്തേക്ക് 20 മൈക്രോൺ കനം അതിനെത്തുമ്പോഴത്തേക്ക് അത് 300 മില്ലിഗ്രാമിൽ താഴെ വരത്തുള്ളൂ. അങ്ങനത്തെ 9 ഷീറ്റ് വേണം ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട്. കാര്യം 10 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പം 9 ഷീറ്റ് വേണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് 3 ഗ്രാമിൽ താഴെ മതി ഒരു ലെയറിന്. ഇവരിപ്പോൾ 5 ലെയർ ചെയ്തെന്ന് പറഞ്ഞാൽ 15 ഗ്രാം മതി. ഇപ്പം ഈ ഒരു ദ്വാരപാലക 2 ശില്പം കൂടെ നമുക്ക് 5 5 10 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് 150 ഗ്രാം തങ്കമേ ഉള്ളൂ. അപ്പോൾ തങ്കത്തിൻ്റെ വിഷയമേ അല്ലത്. 3000 കിലോ കോപ്പറിനകത്താണ് ഈ 30 കിലോ പിടിപ്പിച്ചിരിക്കുന്നത്. 4 കിലോ എങ്ങനെ നഷ്ടപ്പെടും? ഇത് വേറെയാണ്, അതല്ല വേറൊരു തകടിയാണ് ഇവർ ഉണ്ടാക്കിയത്. അത് തന്നെയാണ് അതിനകത്തെ കാര്യം. അത് തന്നെ തൂക്കിയാലല്ലേ 4 കിലോയുടെ നഷ്ടം. ഇത് വേറെയാണ്, അതല്ല ഇത്. ഞാൻ പറയുന്നത് അതല്ല ഇത്. വേറൊരു തകടിയിൽ അവർ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ അതിന്റെ ഗേജൊക്കെ വ്യത്യാസം വരും അന്നത്തെ കാലത്തേക്ക്. ഇടപെടലേക്ക് പോകണം. എന്തായാലും താങ്കൾ പറയുന്നത് അല്ലെ, അത് തന്നെയാണ് എന്റെ വസ്തുത. 4 കിലോ തങ്കം ഒരിക്കലും താങ്കൾ പറയുന്നതാണ് എന്തായാലും ഈ ഒരു 2 ദ്വാരപാലക ശില്പത്തിൽ വരത്തില്ല. ഞാൻ പറഞ്ഞു താങ്കൾ പറയുന്നതാണ് സത്യമെങ്കിൽ 4 കിലോ സ്വർണം പോകുന്നതിനേക്കാൾ ഗുരുതരമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇളക്കിക്കൊണ്ട് പോയ സാധനം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തിരിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വെക്കുക. ഗുരുതരമാണ്, ഇത് മാറ്റിയിരിക്കുകയാണ്. ഇത് അതെന്തൊരു ഭീകരമാണ്. ഈ ഒരു വസ്തു ഇതിന്റെ ഒരു ആന്റിക് വാല്യൂ ശബരിമല ശാസ്താവിന്റെ മുമ്പ് അത് ഭയങ്കര ഭീകരമാണ്. കാര്യം ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഈ ഇങ്ങനത്തെ ചില പുഴുക്കുത്ത് പൂജാരിമാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ മൊത്തത്തിൽ. കാര്യം ഇതിനകത്ത് അവർ ഇത് സത്യം പറഞ്ഞ ബോർഡോ ഒക്കെ ഇതിനകത്ത് നിസ്സായരാണ്. അവരൊന്നും അറിയുന്ന പോലും ഇല്ല, ഇതിനകത്ത് സാങ്കേതികത്വം അറിയുന്നില്ല. അവരോട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നാണയം എറിഞ്ഞാണ് വിഗ്രഹം ഡാമേജ് ആയത്. അങ്ങനെയാണെങ്കിൽ 99-ൽ മല്യ ചെയ്ത ബാക്കിയുള്ള എന്താ ഡാമേജ് ആകാത്ത? അവിടുത്തെ സ്വർണ്ണ നിറം എന്താ പോകാഞ്ഞേ? ഇവിടുത്തെ ദ്വാരപാലക ശില്പത്തെ മാത്രം സ്വർണം മാത്രം എന്താ ഇളകിപ്പോയെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.